ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രംഗങ്ങൾ? അത് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ ചർച്ചിൽ പോയി മുട്ടിലിഴഞ്ഞ് കായക്കൊല എല്ലാം കൊടുത്ത് കർത്താവിൻ്റെ അനുഗ്രഹം വാങ്ങിയ ഈ വ്യക്തിയാണ് നമ്മുടെ സുരേഷ് ഗോപി. ഇന്നലെ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പുരോഹിതരെ മർദ്ദിക്കുകയും സ്കൂളുകൾ അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ പത്രക്കാരോട് അയാൾ പെരുമാറിയത് കണ്ടില്ലേ, ക്ഷുഭിതനായത് കണ്ടില്ലേ? ഇതാണ് ഇരട്ട മുഖമെന്ന് പറയുന്നത്. അതേമാതിരി മുസ്ലിം പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിച്ചതൊക്കെ ഒന്നും കണ്ടില്ലേ? നോമ്പ് തുറ സമയത്ത് പോയി കിട്ടി വളരെ ആർത്തിയോടുകൂടി നോമ്പ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് MP ആയി പോയത്. ഇപ്പോൾ പത്രക്കാരെ കണ്ടുകൂടാ. പത്രക്കാരെന്ത് ചോദിച്ചാലും കടക്കുപുറത്ത് ജോൺ ബ്രിട്ടാസിനെ വെല്ലുവിളിക്കുക, എന്തെല്ലാമാണ് ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്. ഇതാണ് അർഹതയില്ലാത്തവന് അംഗീകാരം കിട്ടിയാൽ എന്തും ചെയ്തു കൂട്ടുമെന്ന് പറയുന്നതിനുള്ള തെളിവാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിങ്ങൾ കണ്ടില്ലേ? കോപ്രായങ്ങളെല്ലാം കണ്ടില്ലേ? അപ്പോൾ ഇദ്ദേഹത്തെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ക്രിസ്തംഗികൾക്കെല്ലാം വളരെ സന്തോഷമായി കാണുന്നു വിചാരിക്കുന്നു. അതേമാതിരി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും വളരെ സന്തോഷമായി കാണുന്നു. ആകെ പത്രക്കാർ ചോദിച്ചതാണ്, എന്താണ് മധ്യപ്രദേശിൽ ഒരു ഹിന്ദുസ്ഥാനക്കാർ വർഗീയവാദികൾ ഈ പുരോഹിതന്മാരെ, തൃശ്ശൂരുള്ള അയാളുടെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട പുരോഹിതനും കൂടിയാണ്, മർദ്ദിച്ചതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ അയാൾ കാട്ടിക്കൂട്ടിയത് കോപ്രായങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ഈ ജാതി മനുഷ്യരെ ഇനിയും ഒരു 4-5 കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അപ്പം മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അതിൽ വർഗീയത പറയുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക. കാരണം കാസർഗോഡികളായാലും SDPI ആയാലും RSS ആയാലും അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ സുരേഷ് ഗോപി. ഇദ്ദേഹം പല കോമാളിത്തരങ്ങളിലും വരും. കാരണം കാൽത്തോട്ട് വന്ദിക്കാൻ പറയും, പിന്നെ കാൽത്തോട്ട് വന്നിച്ചിട്ട് വിഷു കൈനീട്ടം കൊടുത്തത് നമുക്ക് കണ്ടില്ലേ? അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോഴും നായരാണ്. പുള്ളിക്കാരൻ ആൾക്കടുത്ത ജന്മത്തിൽ നമ്പൂരിയായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ആൾ സഹകരണ മേധാവിത്വം ഇവിടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഹിന്ദു ഒന്നിക്കണമെന്നൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങോട്ട് സവർണ മേധാവിത്വം ഇവിടെ കൊണ്ടുവരണം. പിന്നെ ധാർഷ്ട്യം ഏതെല്ലാം രീതിയിൽ ഇപ്പോൾ പിണറായി വിജയൻ ഒരിക്കൽ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പത്രത്തിലെല്ലാം തലക്കെട്ട്? പിണറായി വിജയനെതിരെ ഭയങ്കരമായ ഘോരമായ അന്തിച്ചാർത്തകളായിരുന്നു ദിവസം. ഇതൊക്കെ പത്രക്കാർക്ക് ഇപ്പോൾ മനസ്സിലായില്ല. മനോരമ വരെ ഇന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇതാണ് ഈ സുരേഷ് ഗോപി എന്ന സംഖ്യയുടെ അനുഗ്രഹം. സുരേഷ് ഗോപി ഒരു സുപ്രഭാതത്തിൽ പോയി ചേർന്നതല്ല. കാരണം സുരേഷ് ഗോപി കോൺഗ്രസിൽ ചേരുവാൻ നോക്കി. കോൺഗ്രസിന് അധികാരമുള്ളപ്പോൾ പിന്നെ LDFൻ്റെ ആളാണെന്ന് പറഞ്ഞു, SFIക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ 2014 ശേഷം BJP അധികാരത്തിൽ വന്നപ്പോൾ പതുക്കെ അദ്ദേഹം അത് കയറിപ്പറ്റി വർഗീയതയെല്ലാം പറഞ്ഞ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തനി സ്വരൂപം കാണിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം ഇപ്പോൾ PC ജോർജ് പ്രസ്താവന നടത്തിയതെന്താണ്? നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അയാൾക്ക് പോലെ ക്രിസ്ത്യാനികളോട് വലിയ സ്നേഹമുണ്ടോ? അയാൾ എന്താണെന്ന് പറഞ്ഞത്? അമ്പലത്തിൽ പോയി പ്രശ്നമുണ്ടാക്കിയാൽ അച്ഛന്മാർക്ക് തല്ലു കിട്ടുന്നു, അത് കൊള്ളാണെന്ന്. അപ്പം ഈ വക ആളുകൾക്കൊന്നും അവരുടെ സ്ഥാനമാനങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത്. അലി അക്ബർ ആയാലും പിന്നെ നമ്മുടെ രാമസിംഹൻ, അതുവക്കുട്ടി DYFIയിൽ കൂടെ വളർന്ന് അദ്ദേഹത്തിന് നമസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, ഹജ്ജിന് പോകാൻ സമ്മതിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് കോൺഗ്രസിൽ പോയി. കോൺഗ്രസിൽ നിന്ന് BJP അധികാരത്തിൽ വന്നപ്പോൾ BJP പോയി. അപ്പോൾ അവർക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും ജയിപ്പിക്കാതിരിക്കുക. ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ
മനസ്സിലാക്കുക. ഈ വക ആളുകൾ ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കൈതപ്പുഴ ചാനൽ നിർത്തുന്നു. നിങ്ങൾ വീഡിയോ കണ്ട് അഭിപ്രായം പറയുക. ഓക്കെ, ബൈ ബൈ. ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക.